ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും എന്ന് പറയുമ്പോൾ 2-3 മിനിറ്റ് നമുക്ക് ഇവിടുന്ന് വെയിലടിക്കുന്നുണ്ടല്ലേ. അത് അപ്പം ഇന്നാണ് ഞാൻ ശരിക്കും എൻ്റെ എന്താ പറയാ കാര്യങ്ങൾ, ഞാൻ എന്തിനാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത് എല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം ഒന്ന് കുളിച്ച് വൃത്തിയാവണം. രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പം ചായ കുടിക്കുക. എൻ്റെ ചേച്ചിയാണ്, പഴയ മോഡലായിരുന്നു. ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വരാം. ഹലോ ഗൈസ്, ഞാൻ വൃത്തിയായി കുളിച്ച് ഫ്രഷായി, മുടിക്ക് ഒരുമാതിരി. അപ്പം മുടിയൊക്കെ ചീപ്പി വെക്കണം. പോരാനിട്ട് നമ്മുടെ ഇവിടെ ഒതുക്കണം ഗൈസ്. ഇനി നിങ്ങൾക്ക് ഇനി കാണിച്ചു തരണമെങ്കിൽ ഇവിടെ അല്ല ഒതുക്കണം. ഇവിടുത്തെ ഒരു കോലം ഞാൻ കാണിച്ചു തരാം. സംഭവം ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇതാ. ഞാൻ ഇതിപ്പം കുറച്ച് നാളായി ഇത് യൂസ് ചെയ്തിട്ട്. അത് കാരണം ഇവിടെ എല്ലാം ഇങ്ങനെ കുളമായി, ഇതൊന്നും ഓർഗനൈസ്ഡ് അല്ല. ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ലായിരിക്കും. ആൻഡ് പിന്നെന്താ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ക്ലിയർ ആയിട്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഇതൊന്നും യൂസ് ചെയ്തിട്ട് കുറെ നാളായി. മീൻസ് ഇവിടെ എല്ലാം ഇപ്പൊ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ മാത്രം. കമ്പ്യൂട്ടറും പിന്നെ എന്താ പറയാ ആ പ്രിന്റർ. പക്ഷെ എന്നാലും ഒന്നും ഓർഗനൈസ്ഡ് അല്ല. അപ്പം ഇതെല്ലാം ഒന്ന് ഓർഗനൈസ്ഡ് ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ച. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ എന്തുകൊണ്ട് ഓർഗനൈസ് ആക്കുന്നത് നിങ്ങളെ കാണിച്ചുകൂടാ. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റിയാലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങണമെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, എല്ലാം ഒതുക്കി ഗൈസ്. ഒരുവിധം എല്ലാം ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും അത്ര വൃത്തിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് എന്നാലും കുഴപ്പമില്ല, വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ട്. ഞാൻ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ 3D പ്രിന്റർ. ഇതാണ് ഗൈസ് എൻ്റെ നോർമൽ പ്രിന്റർ. ഇതെന്റെ PC. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ വീടൊക്കെ ഒതുക്കി വൃത്തിയാക്കി വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ വിഷ്വൽസ് ഒക്കെ കണ്ടാലറിയാം എൻ്റെ 3D പ്രിന്റർ ഇരിപ്പുണ്ട്. 3D പ്രിന്ററിൻ്റെ അകത്ത് നമ്മൾ ആകെ പ്രിന്റ് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ്. വളരെ കുറച്ച് സാധനങ്ങൾ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊക്കെയാണെന്ന് ഞാൻ എൻ്റെ അടുത്ത വീഡിയോക്കകത്ത് കാണിക്കാം. ഇപ്പം ഞാൻ സംഭവം എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. അതിന് ഈ ക്യാമറ ആംഗിൾ കൊള്ളത്തില്ലല്ലേ, നമുക്ക് ക്യാമറ ആംഗിൾ മാറ്റാല്ലേ. അപ്പം ക്യാമറ ആംഗിൾ കുറച്ച് പൊക്കി വെച്ചിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ തുടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം കറൻ്റ്ലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ചെയിൻ എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയേക്ക് പറയാം. ആൻഡ് കീ ചെയിൻസ്, പോസ്റ്റേഴ്സ്, 3D പ്രിൻ്റർ മാത്രമല്ല, ഞാൻ എൻ്റെ മറ്റേ പ്രിൻ്റർ കാണിച്ച പോലെ അതിൻ്റെ അകത്ത് നമ്മൾ പോസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. പോസ്റ്റേഴ്സൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ചെയ്യുന്നതാണ്. ആൻഡ് ചില ഡിസൈൻസൊക്കെ നമ്മൾ ഡിസൈൻസ് അല്ല, ചില ടെംപ്ലേറ്റ്സ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുത്തും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിവിടെ ഇൻട്രൊഡക്ഷൻ പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഈ ഫുൾ ലെന്ത് വീഡിയോയിൽ ഞാൻ എന്തായാലും എൻ്റെ പേര് ഞാൻ പറയുന്നില്ല. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഒരു വിധം, ആൻഡ് അത് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ബട്ട് എൻ്റെ അടുത്തൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ആ ഒരു ബിസിനസ്സിനെ പറ്റി മാത്രമായിട്ട് ഇന്നിപ്പം ഞാനിവിടെ പറക്കി ഒതുക്കിയത് എല്ലാം ഉണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ ആ ഒരു ബിസിനസ്സിനെ പറ്റി മാത്രമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ 3D പ്രിൻ്റർ ബാംബു ലാബ്സിൻ്റെ A1 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ എൻ്റെ ഇരിക്കുന്നത്, വിത്ത് AMS ലൈറ്റ്.
അതും പിന്നെ വോൾ 3Dയുടെ തന്നെ ഫിലമെൻറ്റ്സോ ഇരിക്കുന്നത് എൻ്റെ കയ്യിൽ. അപ്പം ഫിലമെൻറ്റ് സ്റ്റാക്ക് കുറച്ച് ഒരു 4-5 കളറേ ഉള്ളൂ എൻ്റെ കയ്യിൽ. 5 കളർ തന്നെ ഒരു 3-4 റോൾ വെച്ച് മേടിച്ച് വെച്ചേക്കുക. എൻ്റെ അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എപ്സോണിൻ്റെ L818 എന്ന് പറയുന്നൊരു മോഡലായിരിക്കുന്നത് പ്രിൻ്റർ, ഇങ്ക്ജെറ്റ് പ്രിൻ്റർ. ഇങ്ക്ജെറ്റ് എന്തോ ഒരു സംഭവമാണ് അതിനെ പറയുന്നത്. എനിക്കത് ക്ലിയറായിട്ട് എനിക്ക് ക്ലിയറായിട്ട് അങ്ങനെ പേരൊന്നും പറയത്തില്ല. എപ്സോണിൻ്റെ പ്രിൻ്ററൊക്കെ ആയിരിക്കുന്നത്. ആൻഡ് അത് നൈസ് പ്രിൻ്ററാണ്. 3D പ്രിൻ്റർ. 3D പ്രിൻ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അത് എടുത്തപ്പം തൊട്ടേ പ്രശ്നങ്ങളായിരുന്നു. ആൻഡ് ഇതിപ്പോൾ രണ്ടാമത്തെ 3D പ്രിൻ്ററാണ് എന്ന് പറഞ്ഞാൽ പഴയ 3D പ്രിൻ്റർ, പഴയതെന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഇരുന്ന 3D പ്രിൻ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് പുതിയതാണിത്. എന്ന് വെച്ചാൽ അതിനെന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ എന്ത് മേടിച്ചാലും ഇങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ലൈഫിൽ. എല്ലാം ഇങ്ങനെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് മാറ്റിയെടുത്ത് രണ്ടാമത്തെ വട്ടേ അത് ശരിയാവത്തുള്ളൂ. അപ്പം ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്ത് ഇങ്ങോട്ട് വന്നേ. എൻ്റെ വായ്ത്താളം മാത്രമേ ഉള്ളെന്ന് എനിക്കറിയാം, കാരണം എനിക്കതേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ ലെങ്ത് കൂട്ടുന്നില്ല, ഞാൻ സംസാരിച്ച് മാത്രം കൂടുതൽ ലെങ്ത് കൂട്ടുന്നില്ല. ഞാൻ എന്തായാലും തുടങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ആൻഡ് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, വാട്സപ്പ് എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലോഗോ ഉൾപ്പെടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലോഗോയും അതിൻ്റെ ആ ബിസിനസ്സിൻ്റെ എന്താ പറയുക, ആ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിരിക്കുക. ആൻഡ് കുറച്ച് ലീഗലി കുറച്ചുകൂടി ബാക്കിയെല്ലാം കഴിഞ്ഞു. എന്താ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ബാക്കി സോഷ്യലി എല്ലാം ആക്റ്റീവാണ്. ബട്ട് ലീഗൽ സൈഡ് കുറച്ചുകൂടി ക്ലിയർ ആക്കാനുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പുറകിനാണ് ഞങ്ങളിപ്പം നടക്കുന്നത്. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ ഫുള്ളി ക്ലിയർ ആയിട്ട് ഞാൻ ആ ബിസിനസ്സിനെ പറ്റി മാത്രം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി. ആൻഡ് ഡു സബ്സ്ക്രൈബ്. Thank you for watching. Bye bye. See you in the next video.